ഇന്നലെ കാസർഗോഡ് ഒരു ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി. അതിൻ്റെ പിന്നിൽ കാമുകനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ഇത് ജീവനൊടുക്കിയതൊന്നും അല്ലടോ, ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ്. അതായത് പത്രങ്ങളിൽ വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവന് കൃത്യമായിട്ടറിയാം ഇവള് മരിക്കുമെന്ന്. അതുകൊണ്ടല്ലേ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നത്. അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വന്നു. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വരുമോ? അപ്പോൾ എന്തോ രാവിലെ ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങ് പോയതായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. പിന്നെ വേറൊരു കാര്യമോ, നമുക്ക് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ തോന്നുമ്പോൾ ഇക്കരെ പച്ചയാന്ന് തോന്നും, ഇക്കരെ തോന്നുമ്പോൾ അക്കരെ പച്ചയാന്ന് തോന്നും. എൻ്റെ പൊന്നു മക്കളെ, ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി നാറികൾ ലോകത്തില്ല. ഇവന്മാർക്ക് ആകെ വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങളെ ശരീരം മാത്രമാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കപ്പെടുന്നു. എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ലായിരുന്നു. ഭർത്താവുമായിട്ട് പിണക്കമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, അപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇനി തനിയെ ജീവിക്ക്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചിട്ട് ജീവിക്ക്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാതെ ഏതെങ്കിലും ഒരു മറ്റേ ഇവനെയും കൊണ്ടുവന്നിട്ട് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കൂടെ താമസിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഈ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴും കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാതെ കുറേ എണ്ണമുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. എടോ, ഇത് ജാരൻ കാമുകം തന്നെയാണ് പഴയ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇവൻ്റെ ശല്യം കൊണ്ടായിരിക്കാം ആദ്യത്തെ ഭർത്താവ് തന്നെ ഇട്ടേച്ച് പോയത്. അങ്ങനെയും വരാം. അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർ അവിടെ പോയി മെസ്സേജ് അയച്ച് ഭയങ്കരമായിട്ട് അവരുമായിട്ട് കമ്പനിയായി പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഭർത്താവിനോടൊക്കെ നിങ്ങൾക്കെന്താ എന്നെ സംശയമാണോ മനുഷ്യ, എൻ്റെ സുഹൃത്തല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് അയാളെ എങ്ങനെ ഞെട്ടിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല വീടുകളിലും ഈ പ്രശ്നമുണ്ട്. ഭാര്യ ഫോൺ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് പോകും, വെളിയിലേക്ക് പോയിട്ട് സംസാരിച്ചിട്ട് ആരാ സംസാരിച്ച് വെക്കും, ഇന്നാളാന്ന്, നിങ്ങൾക്കെന്താ എന്നെ സംശയമാണോ ചോദിക്കുമായിരുന്നു. സുഹൃത്തുക്കൾ എന്നാ പറയുന്നത്. ഇത് പഴയ കാമുകൻ്റെ പേരാണ്. ഇതൊന്ന് പരിഷ്കരിച്ചിട്ട് ഇപ്പോൾ സുഹൃത്ത് എന്നാക്കിയതാണ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെയാണ് ഇൻഫ്ലുവൻസറായ ഈ സ്ത്രീക്കും എന്തോ സംഭവിച്ചത്. അല്ലാതെ വെറുതെ പോയിട്ട് തമാശക്ക് എന്നാൽ പോയിട്ട് ഞാൻ മരിച്ചേക്കാം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കോ? എന്തോ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ തത്ത പറയുന്നത് പോലെയോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന പോലെ ഇവൻ പറയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് തന്നെ നിങ്ങൾക്കുള്ള സുഹൃത്ത് ബന്ധങ്ങൾ കട്ട് ചെയ്തോ. കാരണം വെച്ചാൽ ഒരു ഉപകാരവും ഇല്ല. നിങ്ങളെ കുടുംബം തകർന്ന് തരിപ്പണായിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ പണ്ട് ഒരു സീരിയൽ താരം ഉണ്ടായിരുന്നു. ആ സീരിയൽ താരം എന്ത് ചെയ്തു വെച്ചാൽ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ വെച്ചതാണ്. അവന് ഭാര്യയും മക്കളിലുണ്ട്. ഇവളുടെ കയ്യിൽ നിന്നും പിന്നീട് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഇവൻ വാങ്ങിച്ചിട്ട് തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കും. എന്നിട്ട് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്തിനെ വേണ്ട. കാരണം എന്താ, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും മതി, അവരെ എനിക്ക് മറക്കാൻ പറ്റൂല. അപ്പോഴേക്കും ഈ സ്ത്രീയുടെ എല്ലാം പോയിരുന്നു. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു പറയും, ജീവനൊടുക്കി. ഇതാണ് സംഭവിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഏതോ ഒരു വേട്ടാവെളിയന് വേണ്ടിയിട്ട്, ഒരാവശ്യവും ഇല്ലാത്ത ഒരു വേട്ടാവെളിയന് വേണ്ടിയിട്ട് സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരും പറഞ്ഞിട്ട് വെറും ശരീരമോഹികളായ ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള ടീമുകളെ ഓടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ നിങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരീരം ആദ്യം ഒന്നും ചോദിക്കൂല. ആദ്യം പെങ്ങളെ പോലെയാണ്, ആങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയാണ് എന്നൊക്കെ പറയുമെങ്കിൽ അവൻ്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവന് ഒരു പ്രാവശ്യം അവന് ചാൻസ് കിട്ടിയാൽ മതി. അവനില്ലെങ്കിൽ നിങ്ങളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്തു വരും. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, ഞാനിപ്പോൾ അവനെ അടുപ്പിക്കാറില്ല, ആദ്യം ആങ്ങളയെ പോലെ കൊണ്ട് നടന്നതാണ്, പക്ഷേ അവൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി ഒരു ദിവസം കൃത്യമായി കിട്ടിയപ്പോൾ അങ്ങേറി പിടിച്ച്. അതാണ് പറയുന്നത്. അതുവരെ ആങ്ങളിയായിരിക്കും, പക്ഷേ ഇത് ഈ പിന്നെന്താ കാമുകിയായി മാറാൻ വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ ചിന്ത മതി. ഇതിപ്പോഴും പറയുമ്പോൾ തന്നെ വെട്ടുകിളികളെ പോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നീ ആരാടാ ഇത് ചോദിക്കാൻ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരാടാ, നിനക്ക് എന്തിനാടാ അവരുടെ കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ വേട്ടാവിളിയന്മാർ ഒരെണ്ണം പോലും പ്രൊഫൈലിൽ ലോക്ക് ചെയ്യാണ്ടെന്ന കമൻറ്റ് അയക്കുന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെ ഈ കൃഷിയുള്ള ടീമാണ്. അപ്പോൾ ഇങ്ങനെ ഈ അയക്കുന്ന ടീമുകൾ, ഈ കമൻ്റ് അടിക്കുന്ന ടീമുകൾ, കമൻ്റ് എഴുതുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാരാണ്. അതായത് പല കുടുംബങ്ങളും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടങ്ങളുടെ നമ്മുടെ നാട്ടിലിപ്പോഴേ. അതായത് ഇവർക്ക് കുടുംബമില്ല, വേറെയൊന്നും വേണ്ട, കൃത്യമായി ജോലിക്ക് പോകത്തില്ല, ആരെങ്കിലും മേടിച്ച് കൊടുക്കുന്ന മറ്റേ കള്ളു അടിച്ച്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും മറ്റേ സാധനവും മേടിച്ചടിച്ച്, ഇത് തന്നെ ഇവരുടെ പരിപാടി. ഈ എവിടെന്നെങ്കിലും മേടിച്ച് 2 പര ഷയറും അടിച്ചിട്ട് യുവമാർ ഇറങ്ങും. ഒരു പണിക്ക് യുവമാർ പോകത്തില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ് പണിക്ക് പോകും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പണിയൊന്നും ഇവന്മാർ എടുക്കൂല. എന്നാൽ നാട്ടിലുള്ളതോ ഇവർക്ക് ഒരുപാട് കാമുകിമാരുണ്ടാകും, ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, ഒരുപാട് പൈസ കൊടുക്കുന്നവരുണ്ടാകും. ഇവർക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാത്തവർ ഇവരുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, പിരിഞ്ഞ് താമസിക്കുന്നവരിവിടെ ഇരകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അവരാണെങ്കിൽ പെട്ടെന്ന് വീഴുകയും ചെയ്യും. അവരോട് പറയാനുള്ള 100 ന്യായീകരണങ്ങൾ ഇവർക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ.
കുറേ നാൾ കഴിഞ്ഞ് ഇത് പുഴുവിന് കൊടുക്കേണ്ട ശരീരമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മോഹിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാതെ സ്നേഹങ്ങൾ മുഴുവൻ ഇപ്പുറത്തുനിന്ന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്നറിയാം? അവന് പ്രസവത്തിൻ്റെ ചിലവ് നോക്കണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തണ്ട, കുഞ്ഞുങ്ങൾക്കുള്ള ഇത് വേണ്ട, ആഹാരങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. അവർ വളർന്ന് വലുതായപ്പോഴായിരിക്കും ഈ തള്ളക്ക് തോന്നുന്നത്, അയ്യോ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കുന്ന സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ തന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരുത്തനെ കണ്ടുപിടിക്കുന്നു. അതെന്താ? ഓന് സ്നേഹം മാത്രം കൊടുത്താൽ മതി, ഓന് ചെലവിന് കൊടുക്കണ്ട. നമ്മൾ ഈ സ്നേഹവും ചെലവും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബാധ്യതകൾ വരുന്നത്. അപ്പോൾ ഈ സ്നേഹം കൊടുക്കുന്നവനിങ്ങനെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നാൽ മതി. അവന് രാവിലെ എഴുന്നേറ്റാൽ ഭക്ഷണം കഴിച്ചോ മുത്തേ, കുളിച്ചോ മുത്തേ, അല്ലെങ്കിൽ ഇത് കൊടുത്തോ മുത്തേ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത്, ഏത് ഇൻഫ്ലുവൻസർ ആയാലും ശരി, ആരായാലും ശരി, ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ടീമിനെ നമ്മൾ ഒരിക്കലും അടുപ്പിക്കരുത്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് വെട്ടുകിളി കൂട്ടങ്ങളോട് ഞാൻ പറയുകയാണ്, നീ ആരാടാ അത് ചോദിക്കാൻ? നല്ല രീതിയിൽ ജീവിക്കുക. ഒരിക്കലുമില്ല. ഇവിടെ ആൺ സുഹൃത്തുക്കളെ കൊണ്ട് നശിച്ചു പോയവരല്ലാതെ നന്നായ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവൻ എവിടെയെങ്കിലും ഒരു രക്ഷകനായിട്ടുണ്ടോ? ഒന്നിക്കൽ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ മറ്റേ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ തന്നെ കൊലപ്പെടുത്തിയിട്ട്. ഇങ്ങനെയല്ലാതെ ഇവറ്റകളെ കൊണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഫോറിൻ്റെ ഇത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഫോറിനിലൊരു കാര്യമുണ്ട്, ഈ ഫോറിൻ കൺട്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാ, അല്ലാതെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പോയിട്ട് കാമുകിയാക്കാനൊന്നും നിൽക്കത്തില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയാം അപ്പോൾ തന്നെ. ഇവിടെ കേസോ ഇല്ലെങ്കിൽ ജീവൻ കൊടുക്കാമെന്ന് അവർ നിൽക്കൂല, അടിച്ച് കർണപടം തിരിച്ചു കളിയുമായിരുന്നു. അതുകൊണ്ട് അവിടെയൊന്നും പോയിട്ട് ആരും കളിക്കത്തില്ല. ഇനി അത് കൊണ്ടുവരാനാണ് ചില ആൾക്കാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം കൂടിയേ, ഈ ചില ആൺ സുഹൃത്തുക്കളുണ്ട്, അവൻ്റെ കുടുംബം അവൻ സേഫായിട്ട് നിർത്തുവട്ടാ. അങ്ങനെയുള്ള ചില വിദ്വാന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരു 1-2 വെട്ടിക്കൊള്ളിക്കൂട്ടത്തിന് ഇന്നലെ ഓടിച്ചു നടന്ന്. എന്താ അവൻ്റെ പേരെന്തോ ഉണ്ട്, 3-4 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് മെഴുകുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെ ഇങ്ങനെയുള്ളൊരു കൃഷിക്കാരാണ്. അതുപോലെ തന്നെ ഇവരൊക്കെ ഇതിൻ്റെ അല്ല എന്ന് പറഞ്ഞ് ഇത് ഇപ്പോൾ ഇവൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അവിഹിതക്കാരുടെ അന്തകനായിട്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഒരിക്കലും ഇവന്മാരെ മനസമാധാനത്തിൽ അവിഹിതം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അതായത് വേണേൽ കല്യാണം കഴിച്ചോ, അല്ലാതെ ഇവന്മാർ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള മറ്റേ കളികളും കൊണ്ട് ഒറ്റ ഒരുത്തന ഇതുപോലെ എന്നാ പറയേണ്ടത് ആ മര്യാദയ്ക്ക് നീ എന്ത് കമൻറ്റ് വേണമെങ്കിൽ അയച്ചോ. നീ എന്ത് കമൻറ്റ് നിങ്ങളെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവരെന്താണെന്നറിയാം, ഇവരങ്ങ് തകർന്നു പോകും. എൻ്റെ കമൻറ്റ് അടിച്ച അവിടെ കമൻറ്റ് ഇട്ടാലൊന്നും ഞാൻ തകരത്തില്ല. അതുകൊണ്ട് ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞാൽ അന്തകർ തന്നെയാണ്. അവരൊരിക്കലും ഒരു സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ ജീവിതം, അവരുടെ മക്കളുടെ ജീവിതം, ഭർത്താവിൻ്റെ ജീവിതം, കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞാൽ കൊഞ്ഞാട്ടയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സുഹൃത്ത് മതിയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവറ്റകൾ അടുപ്പിക്കരുത് മക്കളെ. ഇനി എത്രയുണ്ടെങ്കിലും ശരി, ഒരുത്തനെ നമ്മൾ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാ അതുവരെ ആടെ അതിർപരമ്പ് മനസ്സിലാക്കണം നിങ്ങൾ. അല്ലെങ്കിൽ ഇവന്മാർ കാല് മാറൂ. ഇവന്മാരെന്ന് പറഞ്ഞാൽ പലതരത്തിലും നിങ്ങളെ സ്വാധീനിക്കും. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവൻ്റെ വാക്കിൽ വീണുപോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവറ്റകളെ ഒരു കാരണവശാലും ആൺ സുഹൃത്തുക്കളെ അടുപ്പിക്കല്ലേ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ജീവിതം കൊഞ്ഞാട്ടിയായി പോകും. ഹോട്ടലിലൊന്നും വിളിച്ചാൽ പോകുകയും ചെയ്യരുത്. ഒരു കാരണവശാലും ക്യാമറ ഓൺ ചെയ്തിട്ട് അവൻ്റെ മുന്നിലിരുന്ന് വീഡിയോ കോൾ ചെയ്യരുത്. അത് മാത്രം മതി. പലതും അവനുണ്ടാക്കുമായിരുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടേ.